സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി. ആ വിധിയിൽ അവൾ അത് ചെയ്തു. പക്ഷെ അത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ഞാൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് ചെയ്യരുതെന്ന് പറയാനും പറ്റില്ല. എന്നിട്ട് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവര് ഇതുപോലെ അമ്പലക്കുളത്തില് അവര് കാല് കഴുകി വിട്ടില്ലേ, ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. അമ്പലക്കുളത്തില് അവര് കാല് കഴുകി ഒരു റീൽസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തില് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്, പറ്റിപ്പോയടാ. അത് ഇതുപോലെ പുണ്യാഹം തളിക്കണം, അത് ഇത് ശുദ്ധി കലശം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരി മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിലും എന്തിനാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ബി മുസ്ലിം, ഫാത്തിമ മുസ്ലിം, ഈ ജാസ്മിൻ മുസ്ലിം. അപ്പൊ നിങ്ങൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അല്ല പിന്നെ ഇത് എന്റെ അവമാനത്തിന്റെ പ്രശ്നം. നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ല. എടാ, പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തത് പോലെ തന്നെ തോന്നും. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ, ശിവനെ ഇത് യാതില്ല. ഇല്ല ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല. നിന്റെ കാര്യം വിട്. അത് നീ അത് അറിയാതെ പോയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണം. ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ച് കൂട്ടുന്നുണ്ട്. നീ ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. അവരിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെന്നിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനാണ് ഇത്രയും ഇതുണ്ടാക്കിയത്. തെറ്റ് തന്നെയാ. മോളെ നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ടല്ലോ. അതെ, ആ 3 ഡേയ്സില് നമ്മ നമാസ് പഠിക്കോ? അത് ഉത്തരം പറ. അത് പറങ്ങട്. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. അമ്പലത്തിക്ക് അവർക്ക് പോകണമെങ്കിൽ അവർ പോട്ടെ. ഖുറാന് കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കാൻ എനിക്ക് അത് ഞാൻ ചെയ്യില്ല. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആയല്ലോ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ നീ മറ്റോർ ചെയ്യുന്നത് തെറ്റെന്ന് അറിഞ്ഞും നീ അത് സപ്പോർട്ട് ചെയ്യുമല്ലേ? അങ്ങനെ പവനായി ശവമായി. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.